നമസ്കാരം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലെഗിൻ്റെ വർക്കൗട്ടാണ്. അപ്പം ഞാൻ ഈ പാൻറ് ഇട്ടുകൊണ്ട് ചിലപ്പം ഇത് എന്താ പറയുക, ഈ ലെഗിലെ മസിൽസ്, എനിക്ക് ഒരുപാട് മസിൽസ് ഒന്നും ഇല്ല, ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മസിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. ശരിക്കും നിക്കർ ഇടുന്നതാണ് കുറച്ചും കൂടെ സുഖം. പക്ഷേ ഇപ്പം നിക്കറൊക്കെ അഴുക്കായതുകൊണ്ട് ഞാനിപ്പം പാൻറ് ഇട്ടാണ്. അപ്പം നമുക്ക് ലെഗിൻ്റെ ചെറിയ ചെറിയ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഈ സ്ക്വാട്സ് 10 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി, 2 സെറ്റ് വെച്ച്. ഈ സ്ക്വാട്സ് 10 പ്രാവശ്യം 2 സെറ്റ് വീതം ചെയ്യണം. ഇപ്പം ഞാൻ ഒരു സെറ്റേ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത വേറൊരു സ്ക്വാട്സാണ്. ഈ ചെയ്യുന്നതിൻ്റെ കൈയുടെ ഷേപ്പ് വേറെ രീതിയിലായിരിക്കും. താഴത്തോട്ടാണ് കൈ വയ്ക്കുന്നത്. ഇതും 10 തവണ ചെയ്യണം. ഇതും ഇതും 10 തവണ. പിന്നെ ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, ബാലൻസ് തെറ്റാനൊക്കെ സാധ്യത ഉണ്ട്. ഇത് സാവധാനം ചെയ്താൽ മതി, അല്ലെങ്കിലേ വീഴാൻ സാധ്യതയുണ്ട്. ഇത് സാവധാനത്തിൽ ചെയ്യണം. ഈ സ്റ്റൂള് ഒരു കാല് വെച്ച് ചെയ്യുന്ന സ്ക്വാട്സ്. അപ്പം അല്ലേ വീഴാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ. ഈ ഒരു സ്ട്രെച്ച് നിങ്ങൾ ഒരു 3 പ്രാവശ്യം വെച്ച് ചെയ്താൽ മതി, ഓരോ കാലം വെച്ച്. ഇത് വളരെ സിമ്പിളായിട്ട് ഈ കാലിലിങ്ങനെ വലിച്ചു വരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു പോംവഴിയാണ്, ഒരു വ്യായാമമാണത്. അപ്പോൾ ഇത് 10 പ്രാവശ്യം ചെയ്യാം.
ഇത് കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് കാലുകൾ അങ്ങനെ പൊങ്ങി വരുന്നില്ല. പക്ഷെ ഇത് നല്ല പ്രയോജനമുള്ള കാലിലെ വർക്കൗട്ടാണ്. അതുകൊണ്ട് ഇത് മടക്കാതെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു വഴക്കം കിട്ടി വരത്തുള്ളൂ. അതുകൊണ്ട് മടക്കാതെ ചെയ്യാൻ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക വൈകി ചെയ്യുന്നതുകൊണ്ടാണ് കാലുകൾ പെട്ടെന്ന് പൊങ്ങി വരാത്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഈ കാല് പൊക്കുന്ന സ്പീഡിലാണെങ്കിൽ കാല് താക്കേണ്ടത് പതിയെ വേണം, എന്നാലേ മസിൽ നന്നായിട്ട് പിടിച്ച് കയറത്തുള്ളൂ. നന്നായിട്ട് കാല് പൊക്കിയിട്ട് സാവധാനം കാല് താത്തുക. പൊക്കിയിട്ട് സാവധാനം കാല് ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പം ഇപ്പോൾ തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ സാവധാനം ചെയ്താൽ മതി. ഇതൊക്കെയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ലെഗിൻ്റെ വർക്കൗട്ടുകൾ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്നൊക്കെ തോന്നുന്നു. ഞാൻ വളരെ പതിയായിട്ടാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ പതിയെ ഓരോ ദിവസവും ഇപ്പോൾ കൈയുടെയും ചെസ്റ്റിൻ്റെയും കാലിൻ്റെയും പിന്നെ ഷോൾഡറിൻ്റെയൊക്കെ വർക്കൗട്ട് നിങ്ങൾ ഓരോ ദിവസം ചെയ്യുക. ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ കൈയുടെ ചെയ്തെങ്കിൽ നാളെ നിങ്ങൾ ചെസ്റ്റിൻ്റെ ചെയ്യുക. അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും. അതുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എല്ലാം കൂടെ വെപ്രാളത്തിൽ ചെയ്യുകയും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഈ എന്താ പറയുക ചെറിയ ഈ ലെഗിൻ്റെ വർക്കൗട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പം മറ്റ് ഒരു വർക്കൗട്ടിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.